അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പേരിലെ വാഹന തട്ടിപ്പിൽ പോലീസിന് കിട്ടിയത് 35ഓളം പരാതികൾ. നാഷണൽ പോർട്ടലിലും പരാതി വന്നു. 6 മാസത്തിലേറെയായി തട്ടിപ്പ് തുടരുകയായിരുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സഹിൻ, വ്യാപ്തിയുള്ള തട്ടിപ്പാണ് ഇത് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പേരിലായിരുന്നു ഇവർ ഒരു തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമായി പ്രതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഈ 3 പേരുടെയും പോലീസ് ഇന്നലെ റിമാൻഡ് ചെയ്തെങ്കിലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. 35 അക്കൗണ്ടുകൾ ഈ തട്ടിപ്പിനായി പ്രതികൾ എടുത്തിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഇതേ അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. 1 കോടിയിലധികം രൂപയാണ് ഇങ്ങനെ തട്ടിയെടുത്തതും. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ മൊബൈൽ നമ്പർ എന്നുള്ള വ്യാജേന മറ്റൊരു മൊബൈൽ നമ്പർ വയ്ക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ ചിത്രം ഈ തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ നമ്പറിലുള്ള വാട്സപ്പ് നമ്പറിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പണം ആളുകളിൽ നിന്നും വാങ്ങുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 1 കോടിയിലധികം രൂപ ഇങ്ങനെ പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 25 വയസ്സിൽ താഴെയുള്ളവരാണ് ഈ 3 പ്രതികളും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ സൈബർ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആളുടെ ചിത്രം വെച്ചുകൊണ്ട് വ്യാപകമായ തട്ടിപ്പ് പ്രതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശം കോടതിയിൽ നിന്നടക്കം ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തണമെന്നുള്ളത്. അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏറെക്കുറെ 33,000ഓളം അക്കൗണ്ടുകളാണ് പോലീസിന് മരവിപ്പിക്കേണ്ടതായി വന്നത്. മാത്രമല്ല, ഏറെക്കുറെ ലാൻഡ് നമ്പറും മൊബൈൽ നമ്പറും അടക്കം 40,000ഓളം ഫോൺ നമ്പറുകൾ പോലീസിന് നിശ്ചലമാക്കേണ്ടി വന്നു. 350 കോടിയിലധികം രൂപയാണ് സംസ്ഥാനത്താകമാനമായി ഈ പ്രതികൾ ഈ പ്രതികളല്ല, ഈ സൈബർ തട്ടിപ്പിലെ പ്രതികൾ തട്ടിയെടുത്തിട്ടുള്ളത് എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വ്യാജ നമ്പറുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ആളുകൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ലക്ഷ്മി. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.